നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ അവര് പറയുന്ന ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ലൗ കുന്നാ, നമ്മൾ ആയിരുന്നെങ്കിൽ, നക്തുബു വ നഖറഉ എന്നൊന്നല്ല പറഞ്ഞത്. നമ്മൾ വായിച്ചാൽ, നമ്മൾ വായിക്കുന്നവരായിരുന്നെങ്കിൽ, ഞങ്ങൾ എഴുതി പഠിക്കുന്നവർ ആയിരുന്നെങ്കിൽ, മാ കുന്ന, നമ്മൾ ആയിരുന്നില്ല, ഫി അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന തീജ്വാലയിൽ പെടുമായിരുന്നില്ല എന്നവർ പറയുന്നില്ല. പിന്നെന്താ പറയണത്? ലൗ കുന്ന നസ്മഉ, ഞങ്ങൾ കേട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്നാണ്. നസ്മഉ എന്ന് പറഞ്ഞത്, നഖറഉ എന്നല്ല. വായിച്ചുകൊണ്ട് മാത്രം ദീന് പഠിച്ചുകൊണ്ട് പൂർത്തിയാവൂല. ഒരു സംശയക്കാര്യത്തിലുണ്ട്, ലാ യതിമുദ്ദീൻ ഇല്ലാ ബിത്തഅല്ലും ഇൻദൽ മുർശിദ്. കാര്യബോധമുള്ള, ആഴത്തിലുള്ള അറിവുള്ള, അള്ളാനെ തിരിഞ്ഞ ഒരാളുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് കിട്ടുന്ന ഈമാൻ ലക്ഷക്കണക്കിന് പുസ്തകം വായിച്ചാലും കിട്ടൂല. ആണ് ലൗ കുന്നാ നസ്മഉ എന്ന് പറയാൻ കാരണം. നമ്മൾ അവരൊക്കെ പറയുന്ന സദസ്സിലൊന്ന് പോയിരുന്ന് കേട്ടിരുന്നെങ്കിൽ. ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പൊ എന്തിനാ നമ്മളെ ഇൽമിന്റെ മജ്ലിസ്, എന്തിനാ ഒരു മജ്ലിസ്, ഒരേന്നാ തന്നെ ഒരു ബട്ടനം മറിച്ചാൽ ഇൽമൊക്കെ ഇങ്ങോട്ട് വരുന്ന കാലല്ലേ എന്ന് അവർക്ക് മറുപടിയാണ്. അത് രണ്ടും രണ്ടാണ്. നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ബട്ടൺ അമർത്തിയിട്ട് ഇൽമ കുറെ ശേഖരിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്കൊരു വികാരം ഉണ്ടാവും. അങ്ങനൊക്കെ ഇസ്ലാമിലുണ്ട്. അങ്ങനെ പഠിച്ചതാണ് ആരിഫ് ഹുസൈനെ പറ്റിയ അമളി. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു യുക്തിവാദിന്റെ ഡോക്ടറാണ്. ഈ തിരൂരാളൊരു വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. എന്റെ സുഹൃത്ത് ഷുഹൈബ് ഹൈത്തമേറ്റ്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല, ഒരു 5-8 മാസമായിട്ടുണ്ടാവും. അയാള് നന്നായി വായിക്കുന്ന ആള്, പക്ഷെ ഒരു കാര്യം തിരിഞ്ഞ ആളിട്ട് പോയിട്ട് പഠിച്ചിട്ടില്ല. അതാണ് നമ്മൾ. ഇപ്പോ ഇസ്ലാമിലേക്ക് കയറി വന്ന യുക്തിവാദിയായിരുന്ന അയ്യൂബ് മൗലവി, എളുപ്പത്തെ പണി എന്താണ്? കാര്യങ്ങൾ മനസ്സിലാവാൻ വിഷയം തിരിഞ്ഞ ഒരാളെടുത്ത് പോയി പഠിച്ചു. അപ്പൊ മനസ്സിലായി. ലൗ നസ്മഉ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്കാണ്, ലൗ നസ്മഉ. ഇതിൽ കൂടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഖുർആനില് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, കണ്ടറിവ്, കേട്ടറിവ്, രുചിച്ചറിവ്, മണത്തറിവ്, തൊട്ടറിവ്. ഇതിൽ മണത്തറിവ്, രുചിച്ചറിവ്, തൊട്ടറിവ്, ഇത് മൂന്നും കൂടുതൽ ഇൽമിന് ഉപകാരമുള്ളതല്ല. ആണോ? ഇപ്പോൾ എന്റെ അടുത്ത് കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരാരെങ്കിലും കിതാബ് മണത്തുകാണ്ട് മനസ്സിലാക്കണ്ടോ? ഉണ്ടോ? കിതാബ് ആസ്വദിച്ചുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ചോദിച്ചോക്കില്ല. കിതാബ് നാമിച്ചുകൊണ്ട്, രുചിച്ചുകൊണ്ട് ഇൽമ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ല. കിതാബ് ഇങ്ങനെ തൊട്ടുങ്ങാണ്ട് ആരെങ്കിലും ഇല്ല. അവര് ഇൽമ പഠിക്കുന്നത് കേട്ടറിവ്, കണ്ടറിവ്. അതുകൊണ്ടാണ് ഖുർആനിൽ എല്ലാ സ്ഥലത്തും ഈ രണ്ട് അവയവത്തെ മുന്തിച്ചു പറഞ്ഞത്. നിങ്ങൾ നോക്കും, ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിശ്ചയമായും അവരുടെ കേട്ടറിവ്, അവരുടെ കേട്ടറിവിന് സഹായകമായ അവരുടെ കേൾവിയില്ലേ, വൽ ബസറ കണ്ടറിവിന് സഹായകമായ അവരുടെ കാഴ്ചയില്ലേ. ആ ആയത്തിൽ മണത്തറിവിനെ കുറിച്ച് പറഞ്ഞില്ല, തൊട്ടറിവിനെ കുറിച്ച് പറഞ്ഞില്ല, രുചിച്ചറിവിനെ കുറിച്ച് പറഞ്ഞില്ല. കാരണം പഞ്ചേന്ദ്രിയങ്ങളിൽ ഇൽമ ശേഖരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടവയവം ഒന്ന് ചെകിടും, ഒന്ന് കാഴ്ചയുമാണ്. അതാണ് ഇവിടെയും പറയുന്നത്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അതുകൊണ്ടാണ് ഒരു പൈതലിന് ഗർഭാശയത്തിൽ തുറക്കപ്പെടുന്ന അവയവമാണ് ചെകിട്. സംആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പൈതലിനെ ഗർഭത്തിന്റെ ഉള്ളിൽ തുറക്കപ്പെടുന്ന അവയവം അത് ചെകിടാണ്. കാഴ്ച പോലും പുറത്തു വന്ന് കുറച്ചു കഴിഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കേൾവി ശക്തി അത് ഗർഭിണിയുടെ ഭ്രൂണത്തിന് അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ടാണ് പഴമക്കാര് പറയാറുള്ളത്, ഗർഭിണി പറയുന്നതും കേൾക്കുന്നതും വിശുദ്ധമായ വചനങ്ങളായിരിക്കണം. കാരണം അത് കുട്ടിക്ക് ബന്ധപ്പെടുന്നതാണ്. എന്റെ ഒരു സുഹൃത്തുണ്ട്, അയാളെ പേര്
ബഷീർ മാഷ് എന്നാണ് എൻ്റെ ഓർമ്മ, കണ്ണൂർക്കാരനാണ്, നല്ല സൈക്കോളജിസ്റ്റാണ്. ഇത് ഞാൻ എല്ലാവർക്കും മനസ്സിലാവാനുള്ള ഒരു പാഠം കൂടി പറഞ്ഞുതരാം. അയാൾ സൈക്കോളജിസ്റ്റ് ആകാൻ കാരണം എന്താ പറയുക, അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞത്, ഇടയിൽ ഒരാളും കൂടി ഇല്ല, ഈ സംസാരം ഒരു പക്ഷേ അയാൾ കേൾക്കുകയെങ്കിൽ എനിക്ക് വിളിക്കും ചെയ്യും. അയാൾക്ക് ഇടയ്ക്കൊരു സോക്കട്, ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊരു അസുഖം എന്താ അറിയോ, അയാള് കൊല്ലത്തിൽ ഒരു ദിവസം അയാൾക്ക് തോന്നുക അന്ന് മരിക്കും തോന്നുക. ഒരു ഡേറ്റ്, ഏതാ ഡേറ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഡേറ്റ് ആളിനോട് പറയുന്നു അന്ന് മരിക്കും തോന്നുക, മാസത്തിൽ ഇന്ന ഡേറ്റ് വരുമ്പോ അന്ന് മരിക്കും തോന്നുന്നു. അന്ന് അയാള് നലിമ്പളും കൂടുക, കെട്ടിച്ച പെങ്ങന്മാരൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താം, വാപ്പ ദർശനത്തിന് ആളാണ്, വാപ്പാനെ വീട്ടിൽ കുളിക്കുക, എന്നിട്ട് കഫൻ തോണിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തയ്യാറായി എല്ലാരോടും പൊരുത്തപ്പെടിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുക. നോക്കുമ്പോ അന്ന് മരിക്കൂല, അപ്പൊ പിറ്റേന്ന് നാസ്താക്കും. ഇങ്ങനെ സോക്കട് ഒരുപാട് ചികിത്സിച്ച് മാറുന്നില്ല. അവസാനം വിദഗ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ട്, അതിവിദഗ്ധനാണ്, എല്ലാം പഠിച്ച ഒരാള്. അയാൾ ഈ അസുഖം കണ്ടുപിടിച്ച എങ്ങനെ അറിയോ, വാപ്പാനും ഉമ്മാനും കണ്ടി വിളിച്ച് ഇവനെ പുറത്താക്കി അങ്ങോട്ട് വരുന്ന. വാപ്പാനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അപ്പൊ കാര്യമായിട്ട് അയാളെ തുമ്പൊന്നും കിട്ടിയില്ല. ഉമ്മാനെ വിളിച്ചു, ഇത് നിങ്ങൾ എത്രാമത്തെ കുട്ടിയാണ്? ഇതിന്റെ മൂന്നാമത്തെ കുട്ടി. മൂന്നാമത്തെ കുട്ടിയല്ലേ? അപ്പൊ ആദ്യത്തെ രണ്ട് കുട്ടികളോ? ആദ്യത്തെ രണ്ട് കുട്ടികൾ ഗർഭത്തിൽ നിന്നേ മരിച്ചിന്. അപ്പൊ ആദ്യത്തെ രണ്ട് കുട്ടികൾ ഗർഭത്തിന്റെ ഉള്ളിൽ നിന്ന് മരിച്ചുപോയി അല്ലെ? ഈ മൂന്നാമത്തെ കുട്ടിനെ നിങ്ങൾ ഗർഭം ചുമന്ന സമയത്ത് പ്രസവത്തിന്റെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. ആ പ്രസവിക്കണതിന്റെ തലേന്ന് നിങ്ങളെ മാനസികാവസ്ഥ എന്തായിരുന്നു വെച്ച്. അപ്പൊ ആ തള്ളറിഞ്ഞോ, പ്രസവിക്കണതിന്റെ തലേന്ന് ഈ കുട്ടി മരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടി മരിച്ചിട്ടുണ്ടാവല്ലോ, എന്റെ കുട്ടി മരിച്ചിട്ടുണ്ടാവല്ലോ, അതാണ് ഇവന്റെ തലയിൽ കയറിയത്. മനസ്സിലായ നിങ്ങൾക്ക്? ഇത് സംഗതി പുറത്തു വന്നിട്ടും കൂടി ഇല്ല. ഉമ്മാന്റെ ചിന്ത പോലും ഇപ്പൊ എന്റെ ബ്രെയിനിൽ കയറിയെന്ന്. ഇത് അയാളാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആ ദിവസം കണ്ടു വരുമ്പോ ഇവന് തോന്നുക മരിക്കും മരിക്കും, കാരണം ഉമ്മ ചിന്തിച്ചാണത്. ഉമ്മ അന്ന് ചിന്തിച്ചാണ് അവന്റെ തലയിൽ കയറി. ഇന്ന് കാണുന്ന കേൾക്കുന്ന ഒട്ടുമിക്ക അപസ്മാരമടക്കമുള്ള അസുഖങ്ങളും ഗർഭത്തിന്റെ ഉള്ളിൽ ഉണ്ടായതാണ്. ഉമ്മാന്റെ അശ്രദ്ധയാണ്. കാരണം ഗർഭത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുട്ടിക്ക് കേൾവിശേഷി തുടങ്ങും, കേൾവി തുടങ്ങും, കാഴ്ച തുടങ്ങൂല. കാഴ്ച പുറത്തുനിന്നിട്ട് തുടങ്ങുള്ളൂ, കേൾവി ഉള്ളിൽ തുടങ്ങും. ഇതിവിടെ മുന്തിച്ചു കേൾവിയെ. ഖാലു, അവര് പറയുകയാണ്, ലോ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. കത്തിയാളുന്ന ബീഭത്സകമായ നരകജ്വാലയിൽ ഞങ്ങൾ പെടുമായിരുന്നില്ല, ഞങ്ങൾ നല്ലത് കേൾക്കുകയായിരുന്നെങ്കിൽ. ആ നല്ലത് കേൾക്കുക എന്നുള്ളത് പ്രധാനമാണ്, വായിച്ചാൽ മാത്രം പോരാ. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയെന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളക്കരയുടെ കവി. ശരിയാണ്. പക്ഷെ ഇന്ന് വായിച്ചിട്ടും വിളയണില്ല, വളയാണ്. അവിടെയാണ് ഈ ആയത്ത് പ്രസക്തമാണ്. ഇന്ന് വായിച്ചിട്ട് വിളയുണ്ടോ? വായിക്കണവരല്ലേ വളയണ്. 6 വയസ്സുള്ള ആ കുട്ടിനെ തട്ടിക്കൊണ്ട ആൾക്കാർ വായിക്കാത്തവരാ? അവര് 3 വായിക്കാത്ത ആൾക്കാരാ. അവര് വായിക്കാത്ത പുസ്തകം ഉണ്ടോ? വായിച്ചു, എന്നിട്ട് 10 ലക്ഷത്തിനുണ്ട് കുട്ടീനെ തട്ടിയെടുത്തു. വായിച്ചവരാ വളയുന്നത്. ആത്മഹത്യ എഴുതിയില്ലേ? വായിക്കാത്ത ആളാ. ഡോക്ടറേറ്റ് ഉള്ള ആളല്ലേ? വായിച്ച ആളല്ലേ? പക്ഷേ ഞാൻ അവരൊന്നും കുറ്റം പറയല്ല. ഖുർആൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. സൂറത്തുൽ മുൽക്കിൽ അവര് പറയുന്നത്, ഞങ്ങൾ വായിക്കുകയായിരുന്നെങ്കിൽ, ഞങ്ങൾ എഴുതുകയായിരുന്നെങ്കിൽ നരകത്തിൽ പെടൂല എന്നല്ല. ലോ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ട് പഠിക്കുകയായിരുന്നെങ്കിൽ. അപ്പൊ കേട്ട് പഠിക്കുക എന്നുള്ളത് പ്രധാനം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കിപ്പോ ഡ്രൈവിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് A to Z വരെ കൃത്യമായി പ്രതിപാദിക്കപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്. എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് വായിച്ച് എല്ലാ നിയമങ്ങളും ഞാനാണ്ട് ബൈഹാർട്ടാക്കി. അല്ല, ആ വാക്കുമ്പോൾ ഞാൻ വേറെ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു യുക്തിവാദിനെ ഇവിടെ വെച്ചിട്ടാണ് മുട്ടിച്ചത്. യുക്തിവാദികളെ കളിയാക്കിയെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഹാർട്ട് കൊണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവ വല്ലാതെ കളിയാക്കി വരും. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, യുക്തിവാദിയോട് തിരിച്ചു വെച്ച്, ഹാർട്ട് കൊണ്ട് മനപ്പാടാക്കാൻ പറ്റൂല, ഹാർട്ട് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല എന്നതിൽ നിങ്ങൾ ഉറച്ചിട്ടുണ്ടോന്ന് വെച്ച്. ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളോട് വെച്ച്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ചെറുപ്പകാലത്തുള്ളത് ബൈ ബ്രെയിൻ ഉണ്ടോന്ന് വെച്ചു.
അങ്ങനെ പ്രയോഗം ഉണ്ടോ? അല്ല, ബ്രെയിൻ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മനപ്പാടാക്കുന്നുണ്ടെങ്കിൽ ബൈ ബ്രെയിൻ എന്നല്ല പറയണ്ടേ, ബൈ ഹാർട്ട് എന്ന് പറയാൻ പാടില്ല. ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഹാർട്ട് കൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്, ഹാർട്ട് കൊണ്ട് മനപ്പാടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹാർട്ട് കൊണ്ട് മനപ്പാടാക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവരും പറയണില്ലേ? ഖുർആൻ മാത്രല്ലല്ലോ, ബൈ ഹാർട്ട്, ബൈ ബ്രെയിൻ അല്ലല്ലോ. അങ്ങനെ തന്നെയല്ല അതിന്റെ അർത്ഥം. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ കൂടുതൽ അല്ല, അങ്ങനെ തന്നെയല്ല. എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെ. ഇനി മലയാളം എടുത്ത് നോക്കി നിങ്ങള്, മനപ്പാടമാക്ക, മനം പഠിക്കുക എന്നതിന്റെ അർത്ഥം. അപ്പൊ മനസ്സുകൊണ്ട് പഠിക്കലുണ്ട്. ലഹും ഖുലൂബുല്ല യഫ്ഖഹൂന, വളരെ കൃത്യല്ലേ ഖുർആൻ പറഞ്ഞത്? എന്നിട്ട് അതിനിട്ട് കളിയാക്കാണ് യുക്തിവാദികൾ. വിവരമില്ലെങ്കിൽ ഭ്രാന്താലയത്ത് പോകണമെന്നല്ലാതെ പരിഹസിക്കാൻ നടക്കാൻ പാടുണ്ടോ? ഏതായാലും അതവിടെ ഇരിക്കട്ടെ. ഈ പ്രയോഗമാണ്, ഈ പ്രയോഗത്തിന്റെ അത്ഭുതമാണ് ഞാൻ പറയുന്നത്. ഖാലു, അവർ പറയുന്നതാണ്, ലോ കുന്നാ നസ്മഉ ഔ നഖിൽ, ഞങ്ങൾ കേട്ട് പഠിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ബൈഹാത്താക്കിയിരുന്നെങ്കിൽ, ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന ഭീകരമായ നരകീയ ജ്വാലയിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല. അത് അവിടെ വെച്ചുകൊണ്ട് പരിതപിച്ചിട്ട് കാര്യമില്ല, ഇവിടുന്ന് കേട്ട് പഠിക്കണം. ഇതൊരു കേട്ട് പഠിക്കലാണ്. ഞാനൊരു പഠിപ്പിക്കുന്ന അധ്യാപകനൊന്നുമല്ല, ഞാൻ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കേൾക്കലാണ്. സദസ് ഉപയോഗപ്പെടുത്താത്തവൻ നാളെ ദുഃഖിച്ചു പോകും, ഒരു സംശയം വേണ്ട. വായിച്ച് പഠിച്ചാൽ സമയം ലാഭിക്കുക എന്നല്ലാതെ ഈമാൻ ക്ലിക്കാവൂല ഒരിക്കലോ. ഈമ ഉറക്കണമെങ്കിൽ സദസ്സിൽ വന്നിരുന്നിട്ട് ഫേസ് ടു ഫേസ് ബൈ ഹാർട്ട്, അത് പെട്ടെന്ന് നീങ്ങിപ്പോവില്ല. അല്ലാത്തൊക്കെ തകർന്ന് തരിപ്പണാവും. അപ്പൂപ്പൻ താടിയാണ് ഊതിയ പാറി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വായിച്ച് മാത്രം ഇൽമ ശേഖരിക്കാം എന്ന് പറയുന്ന കുറെ ആളുകൾ എക്സ് മുസ്ലിമീങ്ങളായ ഇന്നത്തെ ഭൂരിഭാഗം ചെറുപ്പക്കാരെയും എനിക്കറിയാം. അവരൊക്കെ നന്നായി വായിച്ചവരാണ്. അവർക്ക് വായനക്ക് ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷേ അവര് യഥാർത്ഥത്തിൽ ഒരു ആലിമിനെ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ സദസ്സിൽ പോയിരുന്നില്ല എന്നതാണ് അവരുടെ അമളി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജബ്ബാർ മാഷ് നന്നായി വായിച്ചിരുന്ന ആളാ. അയാളെ പണിയന്നെ പുസ്തകം വാങ്ങാൻ വായിക്കുക. 18-ാം വയസ്സിലൊക്കെ അയാൾ ഖുർആൻ പരിഭാഷ വായിച്ചു പോയിരുന്ന ആളാണ്. പരിഭാഷ വായിച്ചിട്ട് അയാൾ പഴച്ച തന്നെ. കാരണം ക്ലിയർ ആക്കാൻ കാര്യം തിരിഞ്ഞ ഒരാൾ വേണം, അല്ലെങ്കിൽ പഴച്ചു പോകും. ലൗനസ്മൗ വളരെ പ്രധാനമാണ്. കേട്ട് പഠിക്കണം, വായിച്ചു പഠിച്ചാൽ മാത്രം പോരാ. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കേണ്ട വിധം പഠിക്കാൻ നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് മുഴുവനാക്കില്ല. അപ്പൊ ഡ്രൈവിംഗ് എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ എല്ലാ നിയമങ്ങളുള്ള പുസ്തകങ്ങൾ വരുത്തിയിട്ട് അതൊക്കെ ശരിക്കും മനപ്പാടാക്കി പുസ്തകങ്ങൾ A to Z വരെ പഠിച്ചു. ഇനി ചാവി കിട്ടിയാൽ വണ്ടി എടുക്കാൻ പറ്റുമോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഞാൻ പഠിച്ചല്ലോ, ഇനി ചാവി കിട്ടിയാൽ വണ്ടി എടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാലും ഞാനൊരു പുസ്തകം വായിച്ചല്ലാന്ന് വിട്ട, പക്ഷെ ഞാൻ നല്ലൊരു ഡ്രൈവറെ കൂടാണ്ട് ഇരുന്നോടുത്ത് ഒരു അരമണിക്കൂർ അയാളെ കേട്ടു, അയാളെ കണ്ട ഇനി വണ്ടി എടുക്കാം. ഞാനൊരു സ്കൂളിൽ പോയി വായിച്ചാൽ മനസ്സിലാവൂല, ഇരുന്നോടുത്താൽ മനസ്സിലാവും. ലോ കുന്നാ നസ്മൗ, അതാണ് കേട്ട് പഠിക്കലും വായിച്ചു പഠിക്കലും രണ്ടാണ്. കേട്ട് പഠിക്കലും വായിച്ചു പഠിക്കലും രണ്ടാണ്. ആളെ കൂടെ ഇരുന്നോടുത്താൽ നമുക്ക് മനസ്സിലാവും. പുസ്തകം വായിച്ചാൽ മനസ്സിലാവൂല. മനസ്സിലായാലും യൂസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പക്ഷെ ഉപയോഗിക്കണോ, ആളെ കൂടെ ഇരുന്ന് കൊടുക്കണം. തന്നെ ഖുർആൻ പറയുന്നത് ലൗ കുന്നാ നസ്മഉ, ആളെ അടുത്ത് പോയിട്ട് കേട്ട് പഠിക്കണം, എന്നാൽ ഈമാൻ ക്ലിക്കാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ റബ്ബേ. വീഴ്ചകൾ പൊറുക്കണേ അല്ലാഹ്. നിന്റെ ഖുർആനിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ കൊളുത്തി തരണേ അല്ലാഹ്. ഈ പ്രകാശ ജ്വാലയിൽ ധാരയിൽ ഞങ്ങളെ ഇടറാതെ ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാഹ്. കത്തിയാളുന്ന തീപ്പന്തത്തിൽ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയോ പെടുത്തല്ലേ അല്ലാഹ്. നിന്റെ അനുഗ്രഹ കേദാരമായ സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യണേ അല്ലാഹ്. ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇരു ജീവിതവും നീ ബർക്കത്തിലാക്കണേ അല്ലാഹ്. സുരക്ഷിതത്തിലാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. തളർച്ചയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്,
ദുരന്തങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആകസ്മിക നിര്യാണത്തിൽ നിന്ന്, പ്രകൃതി ദുരന്ത പ്രതിഭാസങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, ശത്രു വിഭാഗത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഈ സദസ്സിൽ കച്ചവടക്കാരുണ്ട്, മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട്, യാത്രക്കാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, പഠിതാക്കളുണ്ട്. ഓരോ ആളുകൾക്കും അവരുടെ മേഖലയിൽ നീ സന്തോഷവും ശേഷിയും മികവും ക്ഷേമഷിയും ഭാഗ്യവും നീ നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹുവേ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണേ اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم آله وصحبه أجمعين. سبحان ربك رب العزة. سلام على المرسلين. الحمد لله رب العالمين. السلام عليكم.